ഹലോ, കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ഉപ്മാവാണ് കേട്ടോ. നമ്മുടെ സാൾട്ട് മാംഗോ ട്രീ എന്ന് പറയുന്ന സംഭവം തന്നെ നല്ല ടേസ്റ്റ് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവർക്കും തന്നെ ഉപ്മാവ് രാവിലെ കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, പേടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഉപ്മാവ് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്, വയറിനൊന്നും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് പൊടി നന്നായിട്ട് വറുക്കുക. പൊടി നന്നായിട്ട് വറുക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ പശത്ത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഡാൽഡയോ അതുപോലെ എന്തെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് വറുക്കുകയാണെങ്കിൽ നല്ല മിനുമിനുപ്പ് ഉണ്ടാവും. പിന്നെ കറക്റ്റായിട്ട് വെള്ളം ഉപയോഗിക്കുക, നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഉപ്പുമാവ് കിട്ടും. അതുപോലെ തന്നെ സവാള ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. തേങ്ങ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തേങ്ങ നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാം. ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരളവ് കപ്പ് എടുക്കുക. ഇപ്പോൾ 1/4 കിലോത്തിൻ്റെ പൊടിയാണ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ അതനുസരിച്ചുള്ളൊരു കപ്പ് എടുക്കുക. 1/2 കിലോത്തിൻ്റെ പൊടിയാണ് എടുക്കണമെങ്കിൽ അതനുസരിച്ചുള്ളൊരു കപ്പ് എടുക്കുക. പാക്കറ്റിൽ വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളൊരു കപ്പ് എടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 300 ഗ്രാം വരുന്ന പൊടി കൊള്ളുന്ന ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അളവ് കറക്റ്റ് ആവാൻ വേണ്ടിയാണ്, അതായത് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ കപ്പ് എടുക്കുന്നത്. ഇനി ഈ കപ്പിൽ 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അതായത് 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം. 1.5 കപ്പ് വെള്ളത്തിൽ നിന്ന് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ഉപ്പുമാവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കപ്പിൽ അളവെടുക്കുന്നത്. ഇനി നമുക്ക് തേങ്ങ വേണം. ഒരു ചെറിയ മുറി തേങ്ങ ഫുള്ളായിട്ട് വേണ്ടി വരും. തേങ്ങ എന്തോരം ഇടുന്നോ അതനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങയിൽ നമുക്ക് പിശുക്ക് കാണിക്കരുത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ സവാളയാണ്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുക്കുക. ഒരു 1.5 ഇഞ്ച് കണ്ടോ, 1.5 ഇഞ്ച് വരുന്നൊരു ഇഞ്ചി. ക്യാരറ്റ് ഒരു കഷ്ണം, 2 ബീൻസ്, പച്ചമുളക് 2 മതി, ഭയങ്കര എരിവായി പോകും. അല്ലെങ്കിൽ എരിവ് കുറവുള്ളതാണെങ്കിൽ 1 കൂടി എടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വേപ്പില എടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് റവ വറുക്കണം. ഈ റവ വറുക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ ഡാൽഡ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ടോ അതും അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടോ വേണം വറുക്കാനായിട്ട്. ഏറ്റവും ടേസ്റ്റ് ഡാൽഡയാണ്. അത് ശരീരത്തിന് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാലും നമ്മൾ പുറത്തുനിന്ന് ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ അതിൽ ഡാൽഡ ഉണ്ടാവില്ലേ. അതിൻ്റെ കല്യാണ വീടുകളിൽ നമുക്ക് രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കണമെങ്കിൽ, അതായത് സദ്യ ഉണ്ടാക്കുന്ന ആൾ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ, അവർ ഡാൽഡയാണ് ഇടുന്നത്. ഒരു ചെറിയ കഷ്ണം ഡാൽഡ ചേർത്താൽ മതി കേട്ടോ, അധികമൊന്നും ചേർക്കണ്ട. റവ വറുക്കുമ്പോൾ എപ്പോഴും കളർ മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. കളർ മാറണ ഒരു സമയം വന്നെയാണെങ്കിൽ അപ്പം തന്നെ നിർത്തിക്കളയണം. അതുപോലെ റവ ഓരോന്നിങ്ങനെ വേറിട്ട് നിൽക്കും, നല്ല ചൂടുണ്ടാവും. ആ ഒരു പരുവത്തിൽ നിർത്തണം. റവ ഇട്ടിട്ട് നമ്മൾ കുറുക്കാൻ നേരത്ത് ഉപ്പുമാവ് നല്ല വേറിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ റവ നന്നായിട്ട് വറുത്തിരിക്കണം. എന്നാൽ ഒരുപാട് വറുത്തിട്ട് റവ നിറം മാറിപ്പോയി കഴിഞ്ഞാൽ ഉപ്പുമാവിൻ്റെ നിറം മാറും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം. പക്ഷേ ഞാൻ വെളിച്ചെണ്ണ മാത്രമേ പ്രിഫർ ചെയ്യണുള്ളൂ. വെളിച്ചെണ്ണക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. കുറച്ച് അധികം വെളിച്ചെണ്ണ ഇതിന് നല്ലതാണ് കേട്ടോ. ഞാനെപ്പോഴും അധികം വെളിച്ചെണ്ണ എന്ന് പറയാറുണ്ടെങ്കിൽ ഈ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടല്ലോ, ക്യാമറയിൽ ചെറുതായിട്ടേ കാണുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് കടുകിടാം. കുറച്ച് ഉഴുന്ന് പരിപ്പുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മുരിയാൻ സമ്മതിക്കരുത്. അതിനുപ്പാട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഉപ്പുമാവിൽ ഉപ്പ് ഒരു വലിയ പ്രധാനപ്പെട്ടൊരു ഘടകം തന്നെയാണ്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, കുറഞ്ഞു പോയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സവാള വാടാനായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് സൈഡിലേക്ക് നീക്കിയിട്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടി ഇതിലിട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് മുരിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ടേസ്റ്റ് കുറവായിരിക്കും, കളർ വേറെ മാറും കേട്ടോ.
ഇഞ്ചി പരമാവധി ചെറുതായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ ചെറുതായിട്ട് അരിയുക, ഏറ്റവും ചെറുതായിട്ട് അരിയെങ്കിൽ അത്ര അരിയുക. ഇത് നമുക്കെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞ കളറിൽ ഉപ്പുമാവ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ മഞ്ഞ കളറിൽ ഉപ്പുമാവ് അത്ര ഇഷ്ടമല്ല. ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതിലിട്ടൊന്ന് വാട്ടിയിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ കുത്തൽ ഫ്രണ്ടിൽ നിൽക്കും. അപ്പോൾ ഏകദേശം എല്ലാം കളർഫുള്ളായില്ലേ? വേപ്പില ഇട്ടില്ലേ അല്ലേ? വേപ്പിലയും കൂടി ഇടുമ്പോഴേക്കും ഒന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും. വേപ്പില ഇട്ട് കൊടുക്കാം. നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല കളറ്, ഒരു റെഡ് കളറിൻ്റെ കുറവും കൂടി ഉണ്ട്. 2 ചുവന്ന പച്ചമുളക് ഇട്ടാൽ മതിയായിരുന്നു. അപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം. 1 കപ്പ് ഒന്നര കപ്പ്. ഇനി ഇത് തിളച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് തേങ്ങ ഇടാൻ പറ്റുള്ളൂ. തേങ്ങ അധികം കിടന്ന് തിളക്കാൻ പാടില്ല, ടേസ്റ്റ് പോവും. അപ്പോൾ ഇതൊന്ന് തിളക്കാൻ വേണ്ടി നിൽക്കുക. ചില ആൾക്കാർ പൊടി ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് തേങ്ങ ഇടുന്നവരുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ആവി പിടിപ്പിച്ചെടുത്താൽ മതിയാവും. അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവിനുള്ള വെള്ളം തിളച്ച് തുടങ്ങി. ഇനി നമുക്ക് ഉപ്പ് നോക്കണ്ടേ? ഉപ്പ് കറക്റ്റാണെന്ന് നോക്കിയിട്ട് വേണം പൊടി ഇടാനായിട്ട്. പൊടിയില്ല, തേങ്ങ. ഒരിത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട് നമുക്ക്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണം? തേങ്ങ ഇടണം. ഇനി ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് പൊടിയിടാം. ഞാൻ സിമ്മിലാണ് വെച്ച്, ചെറിയ അടുപ്പിലിട്ടാണ് വെക്കണമെങ്കിലും ഒന്നും കൂടി തീ കുറച്ച് വെക്കാം. എന്നിട്ട് തിരിച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചിട്ട് നമുക്കൊരു പാത്രം എടുത്ത് മൂടി വെച്ച് വേവിക്കാം. തീ കുറച്ചിട്ടേക്കുക. എന്നിട്ട് പാത്രം എടുത്ത് മൂടി വെച്ച് വേവിക്കുക. മൂടി വെച്ച് വേവിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഇത് നന്നായിട്ട് വേകില്ല. നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്ത പോലെ, വയറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് വെള്ളം കുടിക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഒരു 3-4 മിനിറ്റോളം തന്നെ നമുക്ക് ഇങ്ങനെ വേവിക്കേണ്ടി വരും. അപ്പോഴേക്കും ഈ പൊടിയൊക്കെ കൂടി ഇങ്ങനെ പൊങ്ങി വരും. അത് വീർത്ത് വരും. ആ വെള്ളം മുഴുവൻ വലിച്ചെടുത്തിട്ട് നോക്കുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും. ആഹാ, നല്ല മണമാണ്. ഇവിടെ എല്ലാവർക്കും ഉപ്പുമാവ് ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കണോണ്ടേ. ഞാൻ ആദ്യമൊക്കെ വന്ന സമയത്ത് ഉപ്പുമാവ് ഇവിടെ ആരും കഴിക്കില്ലായിരുന്നു. ഉപ്പുമാവ് എന്ന പേര് കേൾക്കുമ്പോഴേ അനുചേട്ടൻ പറയും, അയ്യോ വേണ്ട, രാവിലെ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഉപ്പുമാവും ഞാലിപ്പൂവും പഴവും, പിന്നെ ഉപ്പുമാവും പഞ്ചസാരയും, ഉപ്പുമാവും കടലക്കറി, പിന്നെ ഉപ്പുമാവും സാമ്പാറും. അങ്ങനെ ഉപ്പുമാവിന് നല്ല ടേസ്റ്റുള്ള കോമ്പിനേഷൻസ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അടുത്ത തവണ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്താലേ എനിക്കറിയാൻ പറ്റുള്ളൂ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ കാണുന്നുണ്ട്, എത്ര പേര് കാണുന്നുണ്ട് എന്നൊക്കെ. എത്ര പേര് കാണുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ എനിക്ക് എൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ കാണുന്നതെന്നൊന്നും എനിക്കറിയാൻ പറ്റുന്നില്ല. അതിനുള്ള വിദ്യ ഉണ്ടെന്ന് എനിക്കറിയില്ല.
അപ്പം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണമെങ്കിൽ യൂട്യൂബിൻ്റെ വീഡിയോയിലൊന്ന് ലൈക്ക് ചെയ്യണമെങ്കിൽ എനിക്കറിയാൻ പറ്റും സ്ഥിരമായിട്ട് കാണുന്ന ഇത്രയും പേരുണ്ട്, അതിൽ പുതിയതായിട്ട് കാണുന്ന ആരൊക്കെ ഉണ്ടെന്നൊക്കെ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ ആൾക്കാർ. അപ്പോൾ ഓക്കെ, താങ്ക് യു.